മാതാപിതാക്കന്മാർ ഒത്തിരിയേറെ സന്തോഷം തോന്നി ഞാനതെല്ലാം വായിച്ചത്. അതിൽ പറയുന്നത് ഇന്ന് പുരോഹിതന്മാരായി മാറുവാൻ പോകുന്ന ഈ സഹോദരന്മാരും പുതിയ ഡീക്കന്മാരും എങ്ങനെയാണ് സ്വന്തം കുടുംബത്തിൽ ആദ്യമായി മാതാപിതാക്കന്മാരിൽ നിന്ന് വിശ്വാസം ലഭിച്ചത്, സ്നേഹം ലഭിച്ചത്, ഇടവക ദൈവാലയവുമായി ബന്ധപ്പെട്ട് അവിടെ ദൈവത്തിൻ്റെ കൃപ ഏറ്റുവാങ്ങിയത്. അങ്ങനെയുള്ള കാലഘട്ടത്തിലൂടെ കടന്നുപോയപ്പോൾ ദൈവം ഇവരെ വിളിക്കുന്നു. ദൈവം വിളിച്ചപ്പോൾ ദൈവത്തിൻ്റെ കൂടെ സഞ്ചരിച്ചുകൊണ്ട് ഇവരോടൊപ്പം മാതാപിതാക്കന്മാർ ഒരുമിച്ച് ഇവരെ വളർത്തുകയായി പക്വതയാകുന്ന വ്യക്തിത്വങ്ങളായി ഇവർ വളർന്നിരിക്കുന്നു, മാറിയിരിക്കുന്നു. പുരോഹിതൻ ആയിത്തീരുവാനുള്ള ആവശ്യമായ എല്ലാ അറിവും വിശുദ്ധിയും ദൈവാശ്രയ ബോധവും മറ്റുള്ളവരോട് പെരുമാറുവാനുള്ള പക്വതയും ഒക്കെ ലഭിച്ചിരിക്കുന്നു എന്ന് ഇവരുടെ സെമിനാരിയിലെ റെക്ടർമാർക്കും പ്രൊഫസർമാർക്കും ഒക്കെ ബോധ്യമായതിനെ തുടർന്നാണ് ഇന്ന് ദൈവം ഇവരെ സഭയിലൂടെ മിത്രാന്റെ കൈവത്തുകർമ്മം വഴി പൗരോഹിത്യ പദവിയിലേക്ക്, അതുപോലെ തന്നെ ശുശ്രൂഷ പദവിയിലേക്ക് ഇവ ഉയർത്തപ്പെടുവാൻ പോകുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ദൈവവിളിയെക്കുറിച്ച് പറയുമ്പോൾ സമൂഹത്തിൻ്റെയും സഭയുടെയും അടിസ്ഥാന ഘടകമായ കുടുംബമാണ്. അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ദൈവവിളി ഉടലെടുക്കുന്നത് അവിടെയാണ്. ഗാർഹിക സഭ, അവിടെ വിശ്വാസമുണ്ട്, സ്നേഹമുണ്ട്, പ്രാർത്ഥനയുണ്ട്. ഈ ചൈതന്യത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ടാണ് ഈ സഹോദരന്മാർ വളർന്നത്. അതുകൊണ്ട് തന്നെയാണ് എബ്രായർക്കാർക്കുള്ള ലേഖനത്തിൽ പൗലോസ് നമ്മോട് പറയുന്നത്, ജനങ്ങളുടെ ഇടയിൽ നിന്ന് പാപപരിഹാരാർത്ഥം ബലികളും കാഴ്ചകളും ദൈവത്തിന് സമർപ്പിക്കുന്നതിന് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ സഭയിലൂടെ നിയമിതരാകുന്നു വൈദികർ. ബലിയർപ്പിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം പൗരോഹിത്യം. അതുകൊണ്ട് തന്നെയാണ് മഹനീയമാണ്. പൗരോഹിത്യം മഹനീയമാകുന്ന നിലയിൽ നിത്യപുരോഹിതനായ ക്രിസ്തു കാൽവരിയിൽ ബലിയർപ്പിച്ചതിനെ തുടർന്ന് എന്നേക്കുമായി ബലിയർപ്പിച്ച ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നു എന്നതുകൊണ്ടാണ് ഈ ആധുനിക ലോകത്തിൽ സഭയിൽ പൗരോഹിത്യം ഇത്രയും മഹനീയമായി തീരുന്നത്. എല്ലാ മതത്തിലും പൗരോഹിത്യത്തിന് ഒത്തിരി മൂല്യമാണുള്ളത്, വിലയാണുള്ളത്, പ്രാധാന്യമാണുള്ളത്. ഒരു മനുഷ്യൻ്റെ ആദ്യം മുതൽ അന്ത്യം വരെ എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള വ്യക്തി ഒരു പുരോഹിതനാണ്. ഇത്രയും ആവശ്യമായ ആ പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യവും ഗൗരവവും ആശ്രയിച്ചുകൊണ്ട് തന്നെയാണ് ഇതിലേക്ക് വിളിക്കപ്പെട്ടിട്ടുള്ള സഹോദരന്മാർ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ആ ഓർമ്മപ്പെടുത്തൽ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഈ അവസരത്തിൽ നിങ്ങളെ വളർത്തി വലുതാക്കി പൗരോഹിത്യത്തിലേക്ക് പാതയിലൂടെ നടത്തിയ ദൈവത്തിനും മനുഷ്യർക്കും വേണ്ടി സേവനം അനുഷ്ഠിക്കുന്നതിന് പൂർണ്ണമായും വിട്ടുതന്ന നിങ്ങളുടെ മാതാപിതാക്കന്മാരെ നന്ദിപൂർവ്വം ഞാൻ അനുസ്മരിക്കുന്നു. ഇനിയും ധാരാളം കുടുംബങ്ങളിൽ നിന്ന് ധാരാളം ദൈവവിളികൾ ഉണ്ടാകട്ടെ. നമ്മുടെ അതിരൂപതയെ പ്രവർത്തിക്കുവാൻ വേണ്ടി മാത്രമല്ല, ഭാരതത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ പുരോഹിതന്മാരെ കൂടുതൽ ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് പ്രേക്ഷിതരെ അയക്കപ്പെടുവാൻ ധാരാളം ദൈവവിളി ഉണ്ടാകത്തക്ക വിധത്തിലുള്ള യഥാർത്ഥ ക്രൈസ്തവ ജീവിതം നയിക്കുന്ന കുടുംബങ്ങൾ, മാതാപിതാക്കന്മാർ, ഭാര്യാഭർത്താക്കന്മാർ ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പഴയ നിയമത്തിൽ പൗരോഹിത്യം നാം ഇന്ന് വായിച്ചു കേട്ടതുപോലെ മോസസ് ദൈവത്താൽ വിളിക്കപ്പെട്ടവൻ, ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ നിയോഗിതനായത്. പക്ഷേ ജനത്തിൻ്റെ ഭാരം പേറി നടക്കുവാൻ അവന് സാധിക്കുന്നില്ല. ഒത്തിരിയേറെ വെല്ലുവിളികളും തടസ്സങ്ങളും സ്വന്തം മനുഷ്യരിൽ ജനങ്ങളിൽ നിന്നുള്ള വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ മോസസ് അറിയാതെ തന്നെ ദൈവത്തോട് സംസാരിക്കുകയാണ്.
ഈ ജനത്തിൻ്റെ ഭാരങ്ങൾ എങ്ങനെയാണ് എനിക്ക് സഹിക്കുവാൻ സാധിക്കുക? ഞാനാണോ ഇവർക്ക് ജന്മം നൽകിയത് എന്നൊക്കെ പറയുന്ന മോസസിനെയാണ് നാം ഇന്ന് കേട്ടത്. അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ ദൈവം മോസസിനോട് പറയുന്നുണ്ട്, നീ നിന്റെ സഹോദരനായ അഹ്റോനെ പുരോഹിതനായി അഭിഷേകം ചെയ്യുക, സമാഗമ കൂടാരത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് അവരെ നിർത്തുക, അവൻ്റെ മക്കളെ. പുറപ്പാടിന്റെ പുസ്തകം 28, 29 അധ്യായങ്ങൾ ഈ പൗരോഹിത്യ വസ്ത്രത്തെക്കുറിച്ചും പൗരോഹിത്യത്തെക്കുറിച്ചും പ്രതിപാദിക്കപ്പെടുന്ന ഭാഗങ്ങളാണ്. വളരെയേറെ കർക്കശ്യത്തോടുകൂടി ദൈവം ആ പൗരോഹിത്യത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയാണ് പുരോഹിതൻ ഉപയോഗിക്കേണ്ട വസ്ത്രം ഉണ്ടാക്കേണ്ടത്, എന്തെല്ലാം കല്ലുകളാണ് സ്വർണത്തിൻ്റെ കല്ലുകൾ, ദൈവത്തിൻ്റെ ജനത്തെ പേറുന്ന വഹിക്കുന്ന വിധത്തിലുള്ള അത് പ്രതിനിധാനം ചെയ്യുന്ന അർത്ഥത്തിൽ 12 ഗോത്രങ്ങളെ കാണിച്ചു കൊടുക്കുവാൻ ഉതകുന്ന വിധത്തിലുള്ള 6 കല്ലുകൾ, സ്വർണത്തിൻ്റെ കല്ലുകൾ. അഹ്റോന്റെ വസ്ത്രത്തിൻ്റെ എഫോദ് എന്ന് പറയുന്ന ആ ബാഹ്യമായ വസ്ത്രം ധരിക്കുമ്പോൾ അതിന് മുകളിൽ പതിപ്പിക്കണം എന്ന് ദൈവം പറയുന്നു. 6 കല്ലുകൾ അവൻ്റെ വലതേത്തോടിനേക്കും, 6 കല്ലുകൾ ഇടതേത്തോടിനേക്കും. വസ്ത്രത്തിൻ്റെ മനോഹരമായ വസ്ത്രത്തിൻ്റെ 12 ഗോത്രങ്ങൾ. ഇസ്രായേൽ ജനത്തിൻ്റെ എണ്ണം അനുസരിച്ച് ആ എഫോദിൻ ഹൃദയത്തിൻ്റെ ഭാഗത്ത് പതിക്കുന്ന ആ ഭാഗത്ത് ഇസ്രായേൽ ജനത്തിൻ്റെ എണ്ണത്തെ സൂചിപ്പിക്കുവാനുള്ള കല്ലുകൾ പതിപ്പിക്കണം എന്ന് ദൈവം ആവശ്യപ്പെടുന്നു. അതനുസരിച്ച് വസ്ത്രവും പൗരോഹിത്യ വസ്ത്രവുമൊക്കെ അണിഞ്ഞു അഹ്റോനെ വെള്ളം കൊണ്ട് കഴുകി അഭിഷേക തൈലം കൊണ്ട് അഭിഷേക തൈലം തലയിലൊഴിച്ച് അവനെ പുരോഹിതനായി മാറ്റുവാൻ ദൈവം കൽപ്പിക്കുന്നു. ഇപ്രകാരം മോസസിനെ മനുഷ്യന്റെ ജനതയുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുവാൻ കഴിയാത്ത വിധത്തിലാണെങ്കിൽ അതിന് പ്രാപ്തിയുള്ള പുരോഹിതന്മാരെ ദൈവം അവന് കൊടുക്കുകയാണ്. മോസസ് ഒരു പുരോഹിതനായിരുന്നില്ല, മറിച്ച് അവന്റെ സഹോദരനാണ്, അഹ്റോനെയാണ് ദൈവം പുരോഹിതനായി അവരോധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ദൈവത്താൽ വിളിക്കപ്പെട്ടവനല്ലാതെ ആരും സ്വന്തം ശക്തിയാൽ പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കുന്നില്ല എന്ന് പറയുന്നത്. പ്രകാരം അഹ്റോൻ, മഹാപുരോഹിതനായ അഹ്റോൻ ധരിച്ചിരുന്ന ആ വസ്ത്രം, തലയിൽ ഒഴുക്കപ്പെട്ട അഭിഷേക തൈലം, പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കഴിഞ്ഞ വിശുദ്ധവാരത്തിലെ വലിയ വ്യാഴാഴ്ച രാവിലെ നമ്മുടെ ഈ കത്തീഡ്രൽ ദേവാലയത്തിൽ നാം നടത്തിയതുപോലെ ആ പ്രഭാത പൂജ തൈല പരികർമ്മ പൂജയായി പൗരോഹിത്യ കൂട്ടായ്മയെ ദ്യോതിപ്പിക്കുന്ന, അതിൻ്റെ പ്രാധാന്യം നൽകുന്ന ആ ദിവ്യബലിമധ്യേ പരിശുദ്ധ പിതാവ് ലോകത്തിൻ്റെ, പ്രത്യേകിച്ച് ഇറ്റലിയുടെ റോമിൻ്റെ പല ഭാഗത്തു നിന്ന് റോമിൻ്റെ മെത്രാൻ എന്ന നിലയിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ സുവിശേഷ സന്ദേശത്തിൽ പൂർണ്ണമായും അദ്ദേഹം ആശ്രയിച്ചത് പുറപ്പാടിന്റെ പുസ്തകം 28, 29 അധ്യായങ്ങളാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള അഹ്റോന്റെ ഈ പൗരോഹിത്യ വസ്ത്രത്തെക്കുറിച്ചും അഹ്റോന്റെ മേൽ തലയിൽ ഒഴുക്കപ്പെട്ട അഭിഷേക തൈലത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും. എന്നിട്ട് അദ്ദേഹം 133 സങ്കീർത്തനത്തിലേക്ക് കടക്കുന്നു. ആ സങ്കീർത്തനം ദാവീദ് രാജാവ് തന്നെ രചിച്ചതാണ്. പരിശുദ്ധ പിതാവ് പുരോഹിതന്മാരെ ഇപ്രകാരം ആഹ്വാനം ചെയ്തു. അഹ്റോന്റെ തലയിൽ നിന്ന് ഒഴുകി അവൻ്റെ ചട്ടയിലൂടെ ഇറങ്ങി വന്ന താടിയിലൂടെ, അവൻ്റെ താടിയിലേക്ക് ഇറങ്ങി കഴുത്തു ചട്ടയിലൂടെ അത് കുറേശ്ശെയായി ഒഴുകിയെത്തുന്ന അഭിഷേക തൈലം, അവൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റം വരെ ഒഴുകുന്ന അഭിഷേക തൈലം. പരിശുദ്ധ പിതാവ് പറയുന്നു, അത് ലോകത്തെത്തുന്നത് വരെയുള്ള പുരോഹിതൻ എന്ന നിലയിൽ എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന, അവരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി വിളിക്കപ്പെട്ട വ്യക്തി എന്ന നിലയിലാണ് ഈ അഭിഷേകം വിളിച്ചു പറയുന്നത്. പുതിയ നിയമത്തിലെ ഈ അഭിഷേകം അഹ്റോന്റെ അഭിഷേകത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട്
ഈ ഒഴുകി വരുന്ന അഭിഷേക തൈലം പുതിയ പുരോഹിതന്മാരുടെ അഭിഷേകം തന്നെയാണ്. ആ അഭിഷേകം ലഭിച്ചത് നിത്യപുരോഹിതനായ ആത്മാവിൽ അഭിഷിക്തനായ കർത്താവായ യേശുവിൽ നിന്നാണ്. അഭിഷിക്തൻ ആ ക്രിസ്തുവിൽ നിന്ന് ലഭിച്ച ഈ അഭിഷേകം വഹിക്കുന്നവരാണ് ഇന്ന് പുരോഹിതന്മാരായിത്തീരുന്ന പൗരോഹിത്യത്തിലേക്ക് ഉയർത്തപ്പെടുവാൻ പോകുന്ന ഈ 5 സഹോദരന്മാർ. പരിശുദ്ധ പിതാവ് തുടരുന്നു. ഒരു പുരോഹിതന്റെ അഭിഷേകം അവരിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ അതുകൊണ്ട് യാതൊരു അർത്ഥവുമുണ്ടാകി. അഭിഷേക അമൂല്യമായ സുഗന്ധതൈലമാണ് അഭിഷേക തൈലം. അത് യാതൊരു വിധത്തിലും ഉപയോഗിക്കാതെ ഒരു ഭരണയിൽ തന്നെ കാത്തു സൂക്ഷിക്കപ്പെടുന്നുവെങ്കിൽ തൊടാതെ അവിടെ തന്നെ വർഷങ്ങളോളം ഇരിക്കുന്നു എന്നിരിക്കട്ടെ, എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ സുഗന്ധം നഷ്ടപ്പെടുന്നു. അതിൻ്റെ അടച്ചിരിക്കുന്ന പാത്രം എടുത്ത് മാറ്റുമ്പോൾ നമുക്ക് തീക്ഷ്ണമായ ഗന്ധം മാത്രമേ ഉണ്ടാകൂ, അതിൻ്റെ സുഗന്ധം നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെയാണ് അഭിഷേകം സ്വീകരിക്കുന്ന ഓരോ പുരോഹിതനും ആ അഭിഷേകം അവന് വേണ്ടി മാത്രം കാത്തു സൂക്ഷിക്കേണ്ടതല്ല, ജനങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങേണ്ടവരാണ്. ഇന്നത്തെ പുരോഹിതന്മാരെ ആഹ്വാനം ചെയ്യുമ്പോൾ അതിലേറെ കൂടുതലായി ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല, അത് ആവർത്തിക്കുന്നു എന്ന് മാത്രം. ഇന്നത്തെ ആധുനിക ലോകത്തിൻ്റെ ഒത്തിരിയേറെ ഭൗതികമായ സ്വാധീന വലയത്തിൽപ്പെട്ട് വളർന്നു വരുന്ന ബുദ്ധിമുട്ടുകൾ, വേദനകൾ, വെല്ലുവിളികൾ, അസ്വസ്ഥതകൾ, മാനസിക സംഘർഷങ്ങൾ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെയാണ് നിങ്ങളെ ഏൽപ്പിച്ചു തന്നിരിക്കുന്നത്. നിങ്ങളുടെ അഭിഷേകം, ഇന്ന് സ്വീകരിക്കുന്ന ഈ അഭിഷേകം നിങ്ങൾക്ക് വേണ്ടിയുള്ള ഈ മനുഷ്യരുടെ വിശുദ്ധീകരണം, അവരുടെ സമഗ്രമായ മോചനത്തിന് ഉപയോഗമാക്കിയ നിങ്ങളെ തന്നെ അതിനായി ഒരുക്കുക, നിങ്ങളെ തന്നെ മെരുക്കുക. എന്നിട്ട് ആ അഭിഷേക തൈലത്തിൻ്റെ ഫലം അവരുമായി പങ്കുവയ്ക്കുക. പരിശുദ്ധ പിതാവ് തൻ്റെ പ്രഭാഷണത്തിൽ വീണ്ടും തുടരുന്നു. ലൂക്കാസ് സുവിശേഷകന്റെ 8-ാം അധ്യായത്തിൽ നാം കാണുന്ന രക്തസ്രാവക്കാരിയായ ആ സ്ത്രീയുടെ വിശ്വാസം, അവിടുത്തെ അഭിഷേകമാണ് ആ സ്ത്രീയെ രോഗവിമുക്തിയാക്കിയതെന്നാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്. ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ അരികിൽ തൊട്ടാൽ മാത്രം മതി. ഈ 12 വർഷങ്ങൾ 18 വർഷങ്ങൾ എത്ര വർഷമായാലും അവർ അനുഭവിച്ചിരുന്ന വേദനകളിൽ നിന്ന്, ആ രോഗത്തിൽ നിന്ന് മുക്തമാകാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച ആ സ്ത്രീ ജനക്കൂട്ടത്തിലേക്ക് കടന്നു വന്ന് ജൈറസിന്റെ മകൾ മരിക്കാൻ കിടക്കുന്ന മകളെ ആശീർവദിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ കർത്താവ് പോകുവാൻ ഒരുങ്ങിയ സമയത്ത് ജനക്കൂട്ടം ഒത്തിരിയേറെ അവിടെ കടന്നു വന്ന സമയത്താണ് ഈ പാവപ്പെട്ട സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൽ അറിയാതെ തൊട്ടാൽ മതി എന്ന് വിചാരിച്ച് അവൾ തൊടുന്നത്. ആ നിമിഷം തന്നെ അവൾ സുഖം പ്രാപിക്കുന്നത്. പരിശുദ്ധ പറയുന്നു, ആ സ്ത്രീയുടെ വിശ്വാസം, അവരുടെ ആഗ്രഹം, അതനുസരിച്ച് കർത്താവിൻ്റെ അഭിഷേകം അവിടെ പ്രവർത്തിക്കുന്നു. കർത്താവ് പറയുന്നു, ആരാണ് എന്നെ തൊട്ടത്? കാരണം എന്നിൽ നിന്ന് ശക്തി ബഹിർഗമിക്കുന്നു, എന്നിൽ നിന്ന് ശക്തി പുറത്തേക്ക് പോകുന്നു എന്ന് കർത്താവ് ഉണ്ടായ ആ അനുഭവം പരിശുദ്ധാവ് വീണ്ടും ആഹ്വാനം ചെയ്യുകയാണ്. ഇതുപോലെ കർത്താവായ യേശു, അഭിഷിക്തനായ യേശു എല്ലാ ജനങ്ങൾക്കും വേണ്ടി എല്ലായ്പ്പോഴും സമലഭ്യനായിരുന്നതുപോലെ വേദനിക്കുന്നവരും പാവപ്പെട്ടവരും ദരിദ്രരും അപ്പമില്ലാത്തവരും രോഗഗ്രസ്തരായവരും അവർക്കെല്ലാം വേണ്ടി എല്ലാമായി അവരെ സ്വാതന്ത്ര്യപ്പെടുത്തിയവനും സൗഖ്യമാക്കിയവനും അവർക്ക് നഷ്ടപ്പെട്ട സന്തോഷം എല്ലാം വീണ്ടുകൊടുത്തവനും സംഘർഷത്തിലൂടെ കടന്നുപോയ മനസ്സുകളെ ശാന്തമാക്കിയവനുമാണ് കർത്താവായ യേശു. അതേ മാതൃക തന്നെയാണ് ഇന്ന് പൗരോഹിത്യത്തിലേക്ക് ഉയർത്തപ്പെടുവാൻ പോകുന്ന ജനീനും ജോസഫ് ആന്റണിയും
റെപ്പിയും റെഡ്സും ജീനും മുതൽ പ്രത്യേകമായ പരിശുദ്ധ പിതാവിൻ്റെ ഈ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ ഈ അഭിഷേകം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. അനുദിനം അർപ്പിക്കപ്പെടുന്ന ദിവ്യബലിയിൽ നിങ്ങൾ മനോഹരമായ ഒരു സന്ദേശം ദൈവവചനം പ്രഘോഷിക്കുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾക്ക് അവരുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങൾ കൊടുത്തതെങ്കിൽ പരിശുദ്ധ പിതാവ് വീണ്ടും പറയുന്നുണ്ട്, അവർ ആ ജനം ദൈവാലയങ്ങളുടെ പുറത്തിറങ്ങുമ്പോൾ അവരുടെ മനസ്സുകളിൽ അവരുടെ മുഖത്ത് പുഞ്ചിരി ഉണ്ടെങ്കിൽ ഈ അഭിഷേകം അവർക്ക് നൽകും. അതുകൊണ്ടാണ് അവർക്ക് അവരുടെ മുഖത്ത് പുഞ്ചിരി ഉണ്ടായി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അധികം സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ മാഹാത്മ്യവും പ്രാധാന്യവും ഉൾക്കൊണ്ടുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ത്രിവിധ ധർമ്മങ്ങളിൽ പങ്കുകൊള്ളേണ്ട വ്യക്തികളാണ്. സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് അവിടുത്തെ പ്രവാചക ദൗത്യം ജീവബലി അർപ്പിച്ചുകൊണ്ട് ഉദാശകൾ പരികർമ്മം ചെയ്തുകൊണ്ട് അവിടുത്തെ പുരോഹിത ധർമ്മം ജനങ്ങളുടെ സമഗ്രമായ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സാമൂഹ്യ പ്രതിബദ്ധതയോട് പുറത്തിറങ്ങി അവർക്ക് വേണ്ടി ദൈവം നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ കഴിവുകളും വ്യയം ചെയ്യുമ്പോൾ കർത്താവായ യേശുവിൻ്റെ ത്രിവിധ ദൗത്യം സ്വന്തം ജീവിതത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളെ വിളിച്ച കർത്താവ് അനുദിനം നിങ്ങളെ തൻ്റെ അനുഗ്രഹപ്രസന്നാൽ ധന്യമാക്കുകയായി ചെയ്യുക. പുറത്തിറങ്ങി നടക്കുന്നില്ല എങ്കിൽ അഥവാ അഭിഷേകം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നില്ല എങ്കിൽ ആ ഭരണയിൽ കാത്തു സൂക്ഷിക്കപ്പെട്ട ആ തൈലത്തിന് തുല്യമായി പൗരോഹിത്യം ഇന്ന് ആധുനിക ലോകത്തിൽ ഉള്ള പൗരോഹിത്യത്തിന് വില കുറഞ്ഞു പോകുകയാണെന്ന്, അതുപോലെ സന്യാസത്തിനും പൗരോഹിത്യത്തിനും വില കുറഞ്ഞിട്ടിരിക്കുന്നു എന്നുള്ളത് ഞാൻ പറയാതെ എല്ലാവർക്കും അറിയുന്നു. അങ്ങനെ വില കുറഞ്ഞു പോകാൻ പാടില്ലാത്ത ഒന്നാണ് പൗരോഹിത്യവും സന്യാസം. ഒരിക്കലും വില കുറഞ്ഞു പോകാൻ പറ്റാത്ത വിധത്തിലുള്ള ജീവിതത്തിൻ്റെ ഉടമകളായി അതനുസരിച്ച് സാക്ഷി ജീവിതം നയിക്കുന്ന പുരോഹിതന്മാരായി മാറുമ്പോൾ എങ്ങനെയാണെന്ന് വില പറയുക. മനുഷ്യരോടൊത്ത് മനുഷ്യർക്ക് വേണ്ടി എന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവൻ ദൈവത്തിൻ്റെ പുരുഷനാണ്, ദൈവത്തിൻ്റെ മനുഷ്യനാണ്, പ്രാർത്ഥിക്കുന്നവനാണ് ഞങ്ങളുടെ വൈദികൻ എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്ന ജനസമൂഹം അവർ കൂടെ നിങ്ങളെ കാണുവാൻ വരും. ഞങ്ങളെ അനുഗ്രഹിക്കണേ, എന്നെ അനുഗ്രഹിക്കണേ, പ്രാർത്ഥിക്കണേ, എൻ്റെ പിതാവ് സുഖരോഗിയായി കിടക്കുന്നു, വന്ന് അവനെ സന്ദർശിച്ച് അവൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവനെ സുഖപ്പെടുത്തുക. ഇവിടെയാണ് നമ്മുടെ അഭിഷേകം. അതിൽ നാം പങ്കുചേരുക. അങ്ങനെ എന്നും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കപ്പെടുവാനുള്ള ഈ അഭിഷേകം എന്നും കാത്തു സൂക്ഷിക്കുക. പാവപ്പെട്ടവരെ മറക്കാതിരിക്കുക. എല്ലാവരും നമ്മുടെ മക്കളിലേക്ക് കടന്നു വരുവാനുള്ള ഭയമില്ലാത്ത വിധത്തിൽ ഉള്ള ജീവിതത്തിൻ്റെ മഹാത്മ്യം, ജീവിതത്തിൻ്റെ മഹത്വം, ധാർമ്മിക ബോധം അത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുവാൻ ബാധ്യസ്ഥരാണ്. സ്വന്തം ജീവിതത്തിൽ അടയാളങ്ങൾ കാണിച്ചുകൊണ്ട് മാതൃക, സാക്ഷ്യം. അപ്പോൾ നമ്മളെ സന്ദർശിക്കുവാൻ മടികൂടാതെ വരും. മറിച്ചാണെങ്കിൽ ബസാലയിലുള്ള ഒരു നോവലിൽ പറയുന്നത് പോലെ ക്രിസ്മസ് രാത്രി പരിപാടിയൊക്കെ കഴിഞ്ഞ അച്ഛൻ പുറത്തിറങ്ങി നടക്കുകയാണ്. ആരും തിരിഞ്ഞു നോക്കുന്നില്ല, ആരും ഇദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നില്ല. അപ്പോൾ മടങ്ങി വന്ന് ദൃഢിതനായി കുരിശുരൂപത്തിൻ്റെ മുന്നിൽ മുട്ടുകുത്തിയെന്ന് പ്രാർത്ഥിക്കുന്നൊരു വൈദികൻ, ഞാൻ എല്ലാവർക്കും എല്ലാമായി സ്വയം സമർപ്പിച്ചിട്ടും എന്തുകൊണ്ട് ആരും എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല? എനിക്ക് ഒത്തിരി ഇടം അവരുടെ ജീവിതത്തിൽ വേണമെന്ന് എന്തുകൊണ്ടാണ് ആരും അവരോട് പറയാത്തത് എന്നൊക്കെ പറയുന്ന വൈദികർ ഉണ്ട്. കാരണം അവരുടെ ജീവിതം തന്നെയായി. എന്നാൽ അവരുടെ ജീവിതം ജനക്കൂട്ടത്തിലേക്ക് പോയി അവരോടൊപ്പം വ്യാപരിക്കുന്ന അവരുടെ നന്മയ്ക്ക് വേണ്ടി അവരെ വളർത്തുവാൻ വേണ്ടി സ്വയമില്ലാത്ത വൈദികനാണെങ്കിൽ എല്ലാവർക്കും അടുത്ത് വരും. അച്ഛൻ സുഖമാണ്, സന്തോഷമാണ്. അപ്പോൾ എല്ലാം നമ്മളെയാണ് ആശ്രയിച്ചത്. കർത്താവ് നമുക്ക് തന്നെ തരുന്ന അവിടുത്തെ പൗരോഹിത്യത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള ആ പങ്കാണ് നാം ഏറ്റുവാങ്ങുന്നത്.
അപ്പോൾ കർത്താവിൻ്റെ ജീവിതത്തിൽ എന്നപോലെ എല്ലായ്പ്പോഴും സബലത്തിനായി എനിക്ക് ജനത്തോട് അനുകമ്പ തോന്നുന്നു എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനം എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുക മാത്രമല്ല, അതനുസരിച്ച് അനുകമ്പയുടെ ജീവിതം, പ്രാർത്ഥനയുടെ ജീവിതം സാക്ഷി ജീവിതമായി മാറുമ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വൈദികൻ ദൈവത്തിൻ്റെ മനുഷ്യനാണ്, പ്രാർത്ഥനയുടെ മനുഷ്യനാണ്. ആർസിലെ ജോൺ മേരിയാനിയെ കുറിച്ച് മനസ്സിലാക്കിയ ജനം, അകലങ്ങളിൽ നിന്ന് ഓടിക്കൂടിയ ജനം, അവരുടെ ഹൃദയത്തെ അദ്ദേഹത്തിന് സ്പർശിക്കാൻ സാധിച്ചു. ഏറ്റവും പ്രസിദ്ധനായ ഫാദർ ലപ്പോർട്ടെ 2-3 മണിക്കൂർ തൻ്റെ പ്രസംഗം കൊണ്ട് ജനങ്ങളെ പിടിച്ചിരുത്തുവാൻ പ്രാപ്തിയുള്ളവനാണ്. ഒരു ദിവസം ഒരാൾ വന്ന് പറഞ്ഞു, അച്ചോ, എന്തുകൊണ്ടാണ് അങ്ങയുടെ പ്രസംഗം, മനോഹരമായ പ്രസംഗം അച്ഛൻ ഒത്തിരിയേറെ ആളുകളെ പിടിച്ചിരുന്നു, പക്ഷേ ആർസിലെ ആ ഗ്രാമത്തിലേക്ക് ആളുകൾ ഓടിക്കൂടുന്നതുപോലെ എന്താ ഇവിടെ ഓടിക്കൂടാത്തത്? ലപ്പോർട്ട് സ്വയം ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു, അത് വ്യത്യാസം. ഞാൻ നല്ല ഭാഷകളൊക്കെ ഉപയോഗിക്കും, നല്ല ആശയങ്ങളൊക്കെ ആളുകൾ കൊടുക്കുന്നു, പക്ഷേ എൻ്റെ ആശയവും എൻ്റെ ഭാഷയും അവരുടെ ഹൃദയത്തെ തൊടുന്നില്ല. അത് ഉപരിപ്ലവമായ വിധത്തിൽ യാത്ര ചെയ്യും. മറിച്ച് ആർസിലെ ആ മനുഷ്യൻ ജോൺ മേരിയാനി അദ്ദേഹം പറയുന്ന, പ്രഘോഷിക്കുന്ന വചനം അവരുടെ ഹൃദയത്തെ സ്പർശിക്കുന്നു, അവരെ മാറ്റിമറിക്കുന്നു, അവരെ രൂപാന്തരപ്പെടുന്നതാണ് വ്യത്യാസം. അങ്ങനെയുള്ള ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന നിങ്ങൾ പുതിയ വൈദികരായ നിങ്ങൾ അച്ഛൻ കർത്താവിൻ്റെ സ്വന്തമായി കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരായി, അപ്പോൾ കർത്താവ് നിങ്ങളോടൊപ്പം ചേർന്ന് മനുഷ്യൻ്റെ ഭാരം താങ്ങുവാൻ കർത്താവ് കൂടെയുള്ള അഹ്റോന്റെ വസ്ത്രത്തിൻ്റെ ഇരുവശങ്ങളിലായിട്ടാണ് പരിശുദ്ധപിതാവ് സൂചിപ്പിക്കുന്നത്. ഇസ്രായേൽ ജനം മുഴുവനും വഹിക്കുന്നവനാണ് അഹ്റോൻ. അതുപോലെ തന്നെയാണ് നമ്മൾ ദിവ്യബലി കർമ്മിക്കുന്ന പരിശുദ്ധപിതാവ് പറയുന്നത്, പഴയ വസ്ത്രത്തിൻ്റെ ഒരു പുതിയ എക്സാമ്പിൾ അഥവാ സിമ്പിളാണ് നമ്മുടെ കുർബാനയ്ക്കായി നാം അനുദിനം ഇടുന്ന ചോസുകൾ. ആ ചോസുകൾ ധരിക്കുമ്പോൾ ഞാൻ എനിക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ജനത്തിൻ്റെ ഭാരമാണ് ഞാൻ. ആ ഭാരം വഹിക്കുവാൻ വിളിക്കപ്പെട്ടവനാണ് ഞാൻ. അവരുടെ പേരുകൾ എൻ്റെ ഹൃദയത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള ചിന്തയിൽ നമ്മൾ അനുദിനം ബലിയർപ്പിക്കുന്നതിനുള്ള വസ്ത്രത, തിരുവസ്ത്രം അണിയുമ്പോൾ ഉണ്ടാകണം എന്നും പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മപ്പെടുത്തുക. ദൈവം നിങ്ങളെ വിളിച്ച ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ ജീവിക്കുന്ന, മറ്റുള്ളവരെ വളർത്തുന്ന, വിശുദ്ധീകരിക്കുന്ന മാതൃകാ പുരോഹിതന്മാരായി ജീവിക്കുവാൻ കർത്താവായ ദൈവം എന്നും കൂടി സഞ്ചരിക്കട്ടെ എന്ന ഈ അവസരത്തിൽ പ്രത്യേകം നേരിടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാ വിധത്തിലുള്ള വിജയം ഈ അവസരത്തിൽ നിങ്ങൾക്കായി നൽകുകയാണ്. 4 സഹോദരന്മാർ പുരോഹിതന്മാരെ സഹായിക്കുന്നതിന് വേണ്ടി നീന്തര ബലിവേദിയിൽ പ്രധാനയിൽ അവർ ശുശ്രൂഷ പട്ടം സ്വീകരിച്ചുകൊണ്ട് ദിവികാരുണ്യം കൈകാര്യം ചെയ്യുവാൻ, പുരോഹിതന്മാരെ സഹായിക്കുവാൻ, ദൈവവചനം പ്രഘോഷിക്കുവാൻ, പ്രത്യേകിച്ച് ദിവ്യബലി മധ്യയുള്ള പ്രഘോഷണം നടത്തുവാനുള്ള അധികാരമാണ് ഡീക്കൻ പദവി സ്വീകരിക്കുമ്പോൾ ഈ സഹോദരന്മാർ ഏറ്റെടുക്കുന്നത്. അപ്പോസ്തലന്മാർക്ക് പ്രാർത്ഥിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും സമയമില്ലാതായ ഒരവസരത്തിൽ വിധവകളുടെ, പാവപ്പെട്ടവരുടെ ഭക്ഷണകാര്യങ്ങളിൽ വ്യാപൃതരായി കഴിഞ്ഞിരുന്ന അപ്പോസ്തലന്മാർക്ക് തോന്നി ഇത് ശരിയല്ല, ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവവചനം പ്രഘോഷിക്കുവാനാണ്. അതുകൊണ്ട് മറ്റു പ്രമാണിമാരെയൊക്കെ നേതൃനിരയിൽ കഴിയുന്ന യഹൂദരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ശരിയല്ല, ഞങ്ങളെ സഹായിക്കുവാൻ വേണ്ടി ആത്മാവിൽ ജ്ഞാനത്തിൽ നിറഞ്ഞ 7 പേരെ നിങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളുടെ മുന്നിൽ നിർത്തുക. അവർക്ക് ഞങ്ങൾ അധികാരം നൽകാം. അങ്ങനെ അവർ ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വിവേകവും ജ്ഞാനവുമുള്ള 7 വ്യക്തികളെ കൊണ്ടുവന്ന് നിർത്തി അപ്പോസ്തലന്മാർ അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക്
ശുശ്രൂഷ ഡീക്കൻ പട്ടം നൽകിയെന്ന അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. ഇന്ന് പ്രകാരമുള്ള സ്നേഹ ശുശ്രൂഷയുമായി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം ഗൗരവമേറിയതാണ്. ദിവ്യകാരുണ്യനാഥനെ അനുദിനം എൻ്റെ കൈകളിലേക്ക് എടുക്കുവാൻ അധികാരം നൽകപ്പെട്ടവനാണ്. എന്നാൽ അധികാരം മാത്രം തൃപ്തിയടയാൻ ആരെയാണ് ഞാൻ സമ്മതിക്കുക? ആ ദിവ്യകാരുണ്യനാഥനെ ഞാൻ കയ്യിലെടുക്കുമ്പോൾ അതിനുള്ള യോഗ്യത, അതിനുള്ള എനിക്കുണ്ടാകുന്ന ആഴമേറിയ വിശ്വാസത്തിൻ്റെ ഉടമകളായിട്ടായിരിക്കണം അനുദിനം വിശുദ്ധ വേദിയിൽ ബലിപീഠ ഇടത്തിൽ നിങ്ങൾ വൈദികരെ സഹായിച്ചുകൊണ്ട് ദിവ്യകാരുണ്യം വിശ്വാസികൾക്ക് വിതരണം ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ നിയുക്തരാകുന്നു. നിങ്ങളുടെ ചലനവും നിങ്ങളുടെ ബാഹ്യമായ മറ്റ് അടയാളങ്ങളൊക്കെ ഈ വിശ്വാസമുള്ള ഒരു സഹോദരനാണോ ഇത് എന്ന് മറ്റുള്ളവർക്ക് പറയുവാൻ സാധിക്കണം. അതനുസരിച്ചുള്ള ജീവിതത്തിൻ്റെ ഉടമകളായി മാറുവാൻ ആഴമേറിയ വിശ്വാസത്തിൻ്റെ ഉടമകൾ ദൈവവചനം പ്രഘോഷിക്കുമ്പോൾ കൂടുതലും വിശുദ്ധ ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തുന്നത്. അതാണ് മനുഷ്യൻ ഇന്ന് ആഗ്രഹിക്കുക. വിശുദ്ധ ഗ്രന്ഥം ഒത്തിരിയേറെ സ്രോതസ്സാണ് അവിടെയുള്ളത്, ധന്യമായ സ്രോതസ്. അതിൽ നിന്ന് ആളും ഓടിയിട്ടിറങ്ങി അവിടെ നിന്ന് ഉള്ള നിധി കണ്ടെത്തി മനുഷ്യർക്ക് പങ്കിട്ട് കൊടുക്കുക. അപ്പോൾ അവർ സന്തുഷ്ടരാകും, അവരുടെ ജീവിതത്തിലും മാറ്റമുണ്ടാകും. ദൈവത്തിൻ്റെ സ്വന്തം ജനതയാണ് ഞങ്ങൾ എന്നുള്ള തിരിച്ചറിവിലേക്ക് അവർ കടന്നു വരും. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ വിളിക്കപ്പെട്ട പുതിയതായി വീക്കന്മാരായി മാറുവാൻ പോകുന്ന 4 സഹോദരന്മാർക്കും എല്ലാവിധ നന്മകളും ആശംസകളും ദൈവാനുഗ്രഹവും നിങ്ങളുടെ മെച്ചകർത്താവായ ദൈവം നിങ്ങളോടൊപ്പം മുന്നിലും പിന്നിലും മുകളിലും ആയിരിക്കട്ടെ, ശക്തി പകരട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ വിജയം പൗരോഹിത്യത്തിലേക്ക് ഉള്ള വഴിയിലാണ് നിങ്ങൾ ആ പൗരോഹിത്യ പദവി ഏറ്റെടുക്കുന്നത് വരെ ദൈവജനത്തിന് വിശ്വാസത്തിൻ്റെ ആഴത്തിൽ, പ്രത്യേകിച്ച് വിശ്വാസപക്ഷത്തിലൂടെ കടന്നു പോകുന്ന നമ്മൾ വിശ്വാസത്തെ ആഴപ്പെടുത്തി അത് സാക്ഷ്യമായി മാറി വിശ്വാസത്തിൻ്റെ വാതിലുകളായി മാറുക നമ്മൾ ഓരോരുത്തരും. അതാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ പട്ടത്തിനൊരുക്കമായുള്ള ബ്രഹ്മചര്യ വാഗ്ദാനമാണ് ഇപ്പോൾ നടത്തപ്പെടുന്നത്. കത്തോലിക്ക തിരുസഭയുടെ പാരമ്പര്യമനുസരിച്ച് ബ്രഹ്മചര്യം അനുഷ്ഠിച്ചുകൊണ്ട് വേണം ഒരുവൻ തൻ്റെ ശുശ്രൂഷ പൗരോഹിത്യ ധർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത്. ഇപ്പോൾ അഭിവന്ദ്യ പിതാവിൻ്റെ മുൻപിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് അഭിവന്ദ്യ പിതാവിൻ്റെ ചോദ്യത്തിനുത്തരമായി ആജീവനാന്ത ബ്രഹ്മചര്യം പാലിച്ചു കൊള്ളാമെന്ന് അർത്ഥികൾ വാഗ്ദാനം ചെയ്യുന്നു. പ്രിയമക്കളെ, നിങ്ങളുടെ സ്വതന്ത്രമായ തീരുമാനമനുസരിച്ചാണ് ശുശ്രൂഷ സ്വീകരിക്കുവാൻ നിങ്ങൾ ഇവിടെ സന്നിഹിതരായി. ബ്രഹ്മചര്യം അനുഷ്ഠിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ഈ ശുശ്രൂഷ നിർവഹിക്കേണ്ടത്. കാരണം ബ്രഹ്മചര്യം അജപാലന സ്നേഹത്തിൻ്റെ അടയാളം, പ്രചോദക ശക്തി, ഈ ലോകത്തിൽ ആധ്യാത്മിക ഫലസമൃദ്ധിയുടെ പ്രത്യേക ഉറവിടവും ക്രിസ്തുനാഥനോടുള്ള ആത്മാർത്ഥമായ സ്നേഹത്താൽ പ്രേരിതരായ സമ്പൂർണ്ണ സമർപ്പണത്തോടെ നിങ്ങൾ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുമ്പോൾ നവീനവും സവിശേഷവുമായ വിധത്തിൽ നിങ്ങൾ അവിടത്തേക്കായി പ്രതിഷ്ഠിക്കപ്പെടും. ഈ സമർപ്പണം അവിഭക്ത ഹൃദയത്തോടെ നിങ്ങൾ ക്രിസ്തുവുമായി ഐക്യപ്പെടും. കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ നിങ്ങൾ ദൈവത്തെയും മനുഷ്യരെയും ശുശ്രൂഷിക്കും. ക്രിസ്തീയ മാനസാന്തരത്തിൻ്റെയും പുനർജനനത്തിൻ്റെയും ശുശ്രൂഷയിൽ നിങ്ങൾ പ്രയാസമന്യേ മുന്നേറും. സർവോപരി സ്നേഹിക്കപ്പെടേണ്ടത് ദൈവമാണെന്ന്, ദൈവത്തെ തന്നെയാണ് മറ്റുള്ളവരിൽ
നിങ്ങൾ സേവിക്കുന്നതെന്നും നിങ്ങളുടെ ജീവിതവും സ്വഭാവവും വഴി ദൈവജനത്തിന് നിങ്ങൾ സാക്ഷ്യം നൽകും. ആകയാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ക്രിസ്തുവിനായുള്ള നിങ്ങളുടെ ആന്തരിക സമർപ്പണത്തിൻ്റെ അടയാളമാണ് ദൈവരാജ്യത്തെ പ്രതിയും ദൈവത്തിനും മനുഷ്യർക്കും നിരന്തരം ശുശ്രൂഷ ചെയ്യുവാനുമായി ആ ജീവനാന്ത ബ്രഹ്മചര്യം പാലിച്ചു കൊള്ളാമെന്ന് ദൈവത്തിൻ്റെയും തിരുസഭയുടെയും മുൻപാകെ നിങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുവോ? നിങ്ങളുടെ ഈ വാഗ്ദാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. സന്നദ്ധ പ്രകാശന കർമ്മമാണ് ഇപ്പോൾ നടത്തപ്പെടുന്നത്. ശുശ്രൂഷാപ്പെട്ട ജീവിതാന്തസ്സിന്റെ വിവിധ ധർമ്മങ്ങൾ നിറവേറ്റുക സന്നദ്ധനാണോ എന്ന അഭിമന്യ പിതാവിന്റെ ചോദ്യങ്ങൾക്ക് അർത്ഥികൾ എഴുന്നേറ്റു നിന്ന് ഇപ്പോൾ മറുപടി പറയുന്നു. പ്രിയമക്കളെ, ശുശ്രൂഷാപട്ടം സ്വീകരിക്കുന്നതിന് മുൻപ് അതോടുകൂടി നിങ്ങൾ ഏറ്റെടുക്കുവാൻ പോകുന്ന ചുമതലകൾ യഥാവിധി നിർവഹിക്കുമെന്നുള്ള ദൃഢനിശ്ചയം ജനസമക്ഷം പ്രഖ്യാപിക്കും. കൈവപ്പ് വഴിയും പരിശുദ്ധാത്മാവിന്റെ ദാനത്താലും സഭാ സേവനത്തിനായി ശുശ്രൂഷാപട്ടം സ്വീകരിക്കുവാൻ നിങ്ങൾ സന്നദ്ധരാണ്. മെത്രാനെയും വൈദികരെയും സഹായിക്കുവാൻ ദൈവജനത്തെ സേവിക്കുവാനുമായി ശുശ്രൂഷാപട്ടത്തിൻ്റെ എല്ലാ ചുമതലകളും വിനയത്തോടും സ്നേഹത്തോടും കൂടി നിർവഹിക്കുവാൻ നിങ്ങൾ സന്നദ്ധരാണ്. അപ്പോസ്തലൻ ഉദ്ബോധിപ്പിക്കുന്നത് പോലെ നിർമ്മല മനസ്സാക്ഷിയോടെ വിശ്വാസ രഹസ്യങ്ങൾ മുറുകെ പിടിക്കുവാൻ സുവിശേഷവും സഭാ പാരമ്പര്യവും പഠിപ്പിക്കുന്ന ഈ വിശ്വാസം വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും പ്രഖ്യാപിക്കുവാൻ നിങ്ങൾ സന്നദ്ധരാണ്. നിങ്ങളുടെ ജീവിതാവസ്ഥയ്ക്ക് അനുയോജ്യമായ പ്രാർത്ഥനാനൂതി നിലനിർത്തുവാൻ, ദൃഢമാക്കുവാൻ, നിങ്ങളുടെ കടമകളെക്കുറിച്ചുള്ള അവബോധത്തോടുകൂടി തിരുസഭയ്ക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും യാമപ്രാർത്ഥനകൾ വിശ്വസ്തതാപൂർവം ചെല്ലുവാനും നിങ്ങൾ സന്നദ്ധരാണ്. ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ ദൈവജനത്തിൽ നൽകുന്ന നിങ്ങൾ ക്രിസ്തുവിൻ്റെ തന്നെ മാതൃകയനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെയും അവിടുത്തേതിന് അനുരൂപമാക്കി തീർക്കുവാൻ നിങ്ങൾ സന്നദ്ധരാണ്. അനുസരണ വാഗ്ദാന കർമ്മമാണ് ഇപ്പോൾ നടത്തപ്പെടുക. സമർപ്പിത ജീവിതത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത അധികാരികളോടുള്ള അനുസരണമാണ്. ശുശ്രൂഷ പട്ടം സ്വീകരിക്കുവാനുള്ള തന്റെ കൂപ്പിയ കരങ്ങൾ അഭിമന്യ പിതാവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് തന്റെ അതിരൂപത അധ്യക്ഷനോട് ആജീവനാന്തം അനുസരണ ഉള്ളവനായിരിക്കുമെന്ന് ഇപ്പോൾ വാഗ്ദാനം ചെയ്യുന്നു. പ്രിയ മകനെ, എന്നോടും എൻ്റെ പിൻഗാമികളോടും നീ ആദരവും അനുസരണശീലവും ഉള്ളവനായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. മകനെ, ദൈവം നിന്നെ സമാരംഭിച്ച സൽകൃത്യം പൂർത്തിയാക്കുന്നതാണ്. പ്രിയ മകനെ, എന്നോടും എൻ്റെ പിൻഗാമികളോടും നീ ആദരവും അനുസരണശീലവും ഉള്ളവനായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. മകനെ, ദൈവം നിന്നെ സമാരംഭിച്ച സൽകൃത്യം പൂർത്തിയാക്കുന്നതാകട്ടെ. പ്രിയ മകനെ, എന്നോടും എൻ്റെ പിൻഗാമികളോടും നീ ആദരവും അനുസരണശീലവും ഉള്ളവനായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു.
മകനെ ദൈവം നിന്നിൽ സമാരംഭിച്ച സൽകൃത്യം പൂർത്തിയാകുമാറാണ്. പ്രിയ മകനെ, എന്നോടും എൻ്റെ പിൻഗാമികളോടും നീ ആദരവും അനുസരണശീലവും ഉള്ളവനായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തവോ. മകനെ, ദൈവം നിന്നിൽ സമാരംഭിച്ച സൽകൃത്യം പൂർത്തിയാകുമാറാകട്ടെ. വൈദികാന്തികളുടെ സന്നദ്ധതാ പ്രകാശന കർമ്മമാണ് ഇപ്പോൾ നടത്തപ്പെടുക. വൈദിക ജീവിതാന്തസ്സിന്റെ വിവിധ ധർമ്മങ്ങൾ നിറവേറ്റുവാൻ സന്നദ്ധനാണോ എന്ന അഭിവന്ദ്യ പിതാവിന്റെ ചോദ്യങ്ങൾക്ക് വൈദികാന്തികൾ എഴുന്നേറ്റു നിന്ന് തന്നെ മറുപടി പറയുന്നു. പ്രിയ മക്കളെ, വൈദിക പട്ടം സ്വീകരിക്കുവാൻ മുന്നോട്ട് വരുന്നതിന് മുൻപ് അതോടുകൂടി നിങ്ങൾ ഏറ്റെടുക്കുവാൻ പോകുന്ന വൈദിക ചുമതലകൾ യഥാവിധി നിർവഹിക്കുമെന്നുള്ള ദൃഢനിശ്ചയം ജനസമക്ഷം പ്രഖ്യാപിക്കുന്നു. മെത്രാന്മാരുടെ വിശ്വസ്ത സഹപ്രവർത്തകർ എന്ന നിലയിൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ക്രിസ്തുവിന്റെ അജഗണത്തിന് സേവനമനുഷ്ഠിച്ച് പുരോഹിത കർത്തവ്യങ്ങൾ നിറവേറ്റുവാൻ നിങ്ങൾ സന്നദ്ധരാണ്. ദൈവത്തിൻ്റെ മഹത്വത്തിനും വിശ്വാസികളുടെ വിശുദ്ധീകരണത്തിനു വേണ്ടി തിരുസഭയുടെ പാരമ്പര്യത്തിനനുസൃതമാണ് ക്രിസ്തുവിൻ്റെ ദിവരഹസ്യങ്ങൾ ഭക്തിയോടും വിശ്വസ്തയോടും കൂടെ അനുഷ്ഠിക്കുവാൻ സന്നദ്ധരാണ്. സുവിശേഷം പ്രസംഗിച്ചും സഭയുടെ വിശ്വാസ സത്യങ്ങൾ പഠിപ്പിച്ചും ദൈവവചന പ്രഘോഷണ കർമ്മം യഥായോഗ്യം നിറവേറ്റുവാൻ സന്നദ്ധരാണ്. സ്വർഗസ്ഥനായ പിതാവിന് തന്നെ തന്നെ ബലിയർപ്പിച്ച മഹാപുരോഹിതനായ ക്രിസ്തുനാഥനോട് അനുദിനം അവഗാഠം യോജിച്ച് പുണ്യത്തിൽ അഭിവൃദ്ധിപ്പെടുകയും ജനങ്ങളുടെ നിത്യരക്ഷയ്ക്കായി ജീവിതം സമർപ്പിക്കുകയും ചെയ്യുവാൻ സന്നദ്ധരാണ്. അനുസരണ വാഗ്ദാനമാണ് ഇപ്പോൾ നടത്തപ്പെടുന്നത്. അഭിവന്ദ്യ മെത്രാപ്പൊലീത്തയോടും അദ്ദേഹത്തിന്റെ പിൻഗാമികളോടും തിരുസഭയുടെ മുൻപാകെ വൈദികാന്തി മുട്ടുകുത്തി നിന്നുകൊണ്ട് ഇപ്പോൾ അനുസരണം വാഗ്ദാനം ചെയ്യുന്നു. പ്രിയ മകനെ, എന്നോടും എൻ്റെ പിൻഗാമികളോടും നീ ആദരവും അനുസരണശീലവും ഉള്ളവനായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ. പ്രിയ മകനെ, ദൈവം നിന്നെ സമാരംഭിച്ച സൽകൃത്യം പൂർത്തിയാകുമാറാകട്ടെ. പ്രിയ മകനെ, എന്നോടും എൻ്റെ പിൻഗാമികളോടും നീ ആദരവും അനുസരണശീലവും ഉള്ളവനായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. മകനെ, ദൈവം നിന്നിൽ സമാരംഭിച്ച സൽകൃത്യം പൂർത്തിയാകുമാറാകട്ടെ. പ്രിയ മകനെ, എന്നോടും എൻ്റെ പിൻഗാമികളോടും നീ ആദരവും അനുസരണശീലവും ഉള്ളവനായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ. മകനെ, ദൈവം നിന്നിൽ സമാരംഭിച്ച സൽകൃത്യം പൂർത്തിയാകുമാറാകട്ടെ. പ്രിയ മകനെ, എന്നോടും എൻ്റെ പിൻഗാമികളോടും നീ ആദരവും അനുസരണശീലവും ഉള്ളവനായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ. മകനെ, ദൈവം നിന്നിൽ സമാരംഭിച്ച സൽകൃത്യം പൂർത്തിയാകുമാറാകട്ടെ.
പ്രിയമകനെ, എന്നോടും എൻ്റെ പിൻഗാമികളോടും നീ ആദരവും അനുസരണശീലവുമുള്ളവനായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നതോ മകനെ, ദൈവം നിന്നിൽ സമാരംഭിച്ച സൽകൃത്യം പൂർത്തിയാക്കുമാറാകട്ടെ. സകല വിശുദ്ധരോടുള്ള പ്രാർത്ഥനാമാലയാണ് ഇപ്പോൾ. വൈദികാർത്ഥികൾ അൽത്താരയുടെ മുൻപിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നു. അഭിവന്യ പിതാവ് എല്ലാവരെയും പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കുന്നു. തുടർന്ന് സകല വിശുദ്ധരോടുള്ള യുദ്ധനീയ ആരംഭിക്കുന്നു. ദയവായി നമുക്കെല്ലാവർക്കും ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കാം. വത്സല മക്കളെ, പുരോഹിത പദവിയിലേക്കോ ശുശ്രൂഷ പദവിയിലേക്കോ തിരഞ്ഞെടുക്കപ്പെട്ട സഹോദരന്മാരുടെ മേൽ സ്വർഗീയാനുഗ്രഹം സമൃദ്ധമായി വർഷിക്കുവാൻ പിതാവായ ദൈവത്തോട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം.